ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാച്ചസ് ഫീൽഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ രുചികരമായിട്ടൊരു അടിപൊളി മീൻകറിയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാനും പറ്റും. ഇതിനി ഉള്ളി വഴറ്റേ ഒന്നും തന്നെ ആവശ്യമില്ല. നമുക്കിത് തേങ്ങ ചേർക്കാതെ, തേങ്ങാപ്പാലോ തേങ്ങയോ ആവശ്യമില്ലാതെ വെക്കുന്ന ഒരു അടിപൊളി മീൻകറിയാണ്. അപ്പോൾ അത് രണ്ടും ചേർക്കാതെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലോട്ട് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2-3 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളി, പിന്നെ ഒരു ചെറിയ സവാള കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങയൊന്നും ചേർക്കാത്ത കാരണം കുറച്ച് അരപ്പ് വേണമല്ലോ, അതിന് വേണ്ടിയാണ്. പിന്നെ അധികം എരിവും പാടില്ല. അപ്പോൾ കണക്കിനുള്ള എരിവ് വേണം. 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അതായത് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് ഞാനൊരു 3 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടാണ് ഇത്രയും ചേർക്കുന്നത്. നിങ്ങൾ കയ്യിലുള്ള മുളക് പൊടിയുടെ അളവനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എരിവനുസരിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തു. മുളക് പൊടി എടുക്കുന്നതിൻ്റെ പകുതിയോളം നമുക്ക് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മിക്സ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു മണമുള്ളൊരു മിക്സാണ്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ മീനൊക്കെ ചേർത്ത് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിന് എന്താണ്ട് ഏത് പാത്രത്തിലാണോ അതിലോട്ട് ചേർത്ത് കൊടുക്കുക. നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് എടുത്തതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് തന്നെ ഇനി വേണ്ടത് നമ്മൾ പുളി, ഞാനിതിപ്പോൾ എടുത്തു വച്ചിരിക്കുന്നത് നമ്മൾ സാധാ ചേർക്കുന്ന വാളംപുളിയല്ല എടുത്ത് വെച്ചിരിക്കുന്നത്, പിന്നെ കുടംപുളിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് 2 പീസ് ഞാൻ വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കാം. ഇതിൽ ഓവറായിട്ടുള്ള വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ തേങ്ങയൊന്നും ചേർക്കാത്തത് കാരണം തന്നെ വെള്ളം ഓവറായിട്ട് വേണ്ട. അപ്പോൾ കുറച്ച് കുറുകിയ ചാറോട് കൂടി നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ അതിനെ അങ്ങ് അതുപോലെ കലക്കിയെടുത്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓണാക്കി വെച്ച് കൊടുക്കണം. ഇനി നമ്മൾ ഉപ്പ് ചേർത്തില്ല, ഉപ്പ് കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി അടുപ്പിൽ വെച്ച് കൊടുക്കുക. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് മുരിങ്ങയ്ക്ക, മാങ്ങ, ടൊമാറ്റോ ഇതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഒരു ടൊമാറ്റോ ചേർത്ത് കൊടുത്തു, പിന്നെ 2 പച്ചമുളക് ചേർത്ത് കൊടുത്തു, കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മളിത് ഇത്രയും ഐറ്റംസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് തിള വരുന്ന സമയത്ത് നമുക്ക് മീൻ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഉലുവ വറുത്ത് പൊടിച്ചതാണ് ചേർക്കുന്നത്. സാധാരണ എല്ലാ മീൻകറിയിലും ഞാൻ ഉലുവ വറുത്ത് പൊടിച്ചത് ചേർക്കുന്നുണ്ട്. പിന്നെ വരട്ടി വയ്ക്കുന്ന മീൻകറിയിൽ മാത്രമാണ് അത് ഒഴിവാക്കുന്നത്. ഇനി ഇത് തിളയ്ക്കുന്ന സമയത്തിന് മീൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ വാള മീനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഷ്ടമുള്ള മീൻ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ തിളയ്ക്കുന്ന സമയത്തിന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ വാല് എല്ലാം തന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെറും കഷ്ണം മാത്രം വേണമെങ്കിലും തല മാത്രം വേണമെങ്കിലും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ തേങ്ങയും തേങ്ങാപ്പാലും ഒന്നും ചേർക്കാതെ നല്ല രുചികരമായി എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളൊരു വീഡിയോയാണ്. നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്തായാലും ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. അങ്ങനെ നമ്മൾ ഇത് ഇത്രയും ചേർത്ത് ഇതുപോലെ തിളയ്ക്കുന്ന സമയത്തിന് ഇനി നമുക്കൊന്ന് അടപ്പ് കൊണ്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. നല്ല വെട്ടി കുറച്ച് നേരം തിളയ്ക്കണം. തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് ഒന്ന് അരപ്പൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. മുരിങ്ങയ്ക്കയും തക്കാളിയൊക്കെ ഇതുപോലെ വെട്ടി തിളയ്ക്കുന്ന സമയത്തിന് ഞാൻ ഇതൊന്ന് ഇളക്കി വെച്ചെടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണ തീരെ കുറയ്ക്കരുത്. ഒരു 3 ടേബിൾ സ്പൂണെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. നമ്മൾ തേങ്ങയും തേങ്ങാപ്പാലും ചേർക്കാത്ത കാരണമാണ് ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഇത്രയും തന്നെ മതിയാകും. നമ്മുടെ കറി വേഗം തയ്യാറാവും. അങ്ങനെ നമ്മൾ തിളച്ചതിനൊക്കെ ശേഷം ഒരു 10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ വറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റും മണവും എല്ലാം ഉള്ളതാണ്. അപ്പോൾ നല്ല ചൂട് പുട്ടിനും ചോറിനും കപ്പയ്ക്കും ഒക്കെ പറ്റിയൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അത് നല്ല കുറുകി തന്നെ കിട്ടിയിട്ടുണ്ട് ചാറോട് കൂടി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി